ഈ മരം ഞാൻ ആർക്കും വിട്ടു കൊടുക്കൂല. ഈ മരം ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല. നിങ്ങൾ ഇങ്ങോട്ട് വായേട്ടാ. ആരെങ്കിലും വിചാരിക്കും നിങ്ങളെ മരത്തി പിടിച്ച് കെട്ടിയിട്ടിരിക്കുവാന്ന്. അതല്ല, എന്റെ അച്ഛൻ നട്ട മരമാണത്. അതൊക്കെ എല്ലാവർക്കും അറിയാലോ. എന്തിനാണ് പറഞ്ഞ അവന്റെ മരം എന്നത്? ഇതൊക്കെ അവള് വഴക്കിടാൻ വരുമ്പോഴത്തേക്ക് വിളിച്ചു പറയണം. അപ്പൊ പഴം വിഴുങ്ങിയതുപോലെ നിൽക്കുമല്ലോ. ഇന്ന് ഞാൻ ഇടിക്കും. ഞാൻ ആ മെമ്പർ എവിടെ? മെമ്പർ 9 മണിക്ക് വരാൻ പറഞ്ഞു. എന്നിട്ട് അങ്ങനെ എവിടെ? എനിക്ക് അറിയാം എവിടെ പോയി കിടക്കുന്നെന്ന്. മെമ്പറും ഉണ്ട്. ഇങ്ങനെ അതെ, മുണ്ട് ചുളിയും, അതിനാണ് ഇങ്ങനെ പിടിച്ചേക്കുന്നത്. ഞാനൊരു ജനപ്രതിനിധി അല്ലേ? രാവിലെ എന്തോരം വിഷയങ്ങളിലാണ് ഞാൻ ഇടപെടേണ്ടത്. എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കണം. ചുളിവ് വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പിടിച്ചേക്കുന്നേ ഉള്ളൂ. വേറെ കേസൊന്നുമില്ല, വേണേ വിട്ടേക്കാം. മെമ്പറെ, ഇവിടെ നിന്നാണ് തർക്കം ഉണ്ടായത്. ഇവിടെ നിന്നാണ് തർക്കം ഉണ്ടായെങ്കിൽ നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. അത് തർക്കഭൂമിയല്ലേ, നമുക്ക് മാറി നിന്ന് സംസാരിക്കാം. ഇവിടെ നിന്നാണ് തർക്കം ഉണ്ടായത്. അല്ലല്ല, ഇവിടെ നിന്നാ തർക്കം ഉണ്ടായത്. ഇവിടെ നിന്നാണ് തർക്കം തുടങ്ങി. എന്തുകൊണ്ടായിട്ട് നമ്മളിപ്പോ ഇങ്ങോട്ട് മാറി നിന്നല്ലേ? ഇവിടെ തന്നെ തർക്കം ഉണ്ടായത്. ഇവിടെ നല്ല തർക്കം എങ്ങനെ ശരിയാവുന്നു? ഇവിടെ തർക്കം. നിങ്ങളുടെ തർക്കം ആദ്യം നിർത്ത്, എന്നിട്ട് ഈ തർക്ക വിഷയത്തെ കുറിച്ച് ഞാൻ ഇടപെടാം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനൊരു ജനപ്രതിനിധിയാണ്. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്ത ഞാനൊരു MP ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ്. MP യാ? ഇപ്പൊ പാർലമെന്റിൽ പോയി. പാർലമെന്റിലല്ലോ, പിന്നെ മെമ്പർ ഓഫ് പഞ്ചായത്ത്. അതെന്താ MP അല്ലേ? അതിനെ നിസ്സാരവൽക്കരിക്കുന്നത് എന്തിനാണ്? ഞാൻ ഒരു കാര്യം പറയാം. പറഞ്ഞാട്ടെ. ആ നാറി, ഏത് നാറി? അപ്പുറത്തവൻ അവൻ എന്ന് അയലൊക്കെ വന്നു കഴിഞ്ഞോ അന്ന് ഇവിടെ തുടങ്ങി ഇവിടത്തെ പ്രശ്നം. ഇത് തന്നെയാണ് അവനും പറയുന്നത്. എന്തോന്നു? ഈ നാറിയുടെ അയൽവക്കത്ത് എന്ന് ഞാൻ താമസത്തിന് വന്നു അന്ന് തൊട്ടാണ് അവന് ഈ പ്രശ്നം എന്നോട് പറയുന്നത്. ഞാൻ എന്ത് ചെയ്യണം? എന്റെ മെമ്പർ എന്നോട് തീരുമാനം ഉണ്ടാക്കി. സത്യമായിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ് നിങ്ങളുടെ വിഷയം? എന്താണ് അത് പറയാം ആദ്യം. അവന്റെ ഇല്ലാത്തൊരു സാധനം എന്റെ ഉണ്ട്. എന്ത് സാധനോടാ അത്? പട്ടയം. എന്നാ 2 മുട്ടയും ചേർത്ത് എടുത്തോണ്ട് വാ, നമുക്ക് തട്ടാം. ഇതൊന്നും അധികം നാള് കൈ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല, എക്സസൈസ് പിടിക്കും. എന്ത് പട്ട? പട്ടയല്ല, പട്ടയം. അവർക്ക് പട്ടയമില്ല, നമുക്ക് പട്ടയമുണ്ട്. എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? എന്താണ്? അതായത് ബിസ്ക്കറ്റ്. ഈ പട്ടിക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റ് വല്ലതും ആണോ? എന്താണ് നീ ഉദ്ദേശിച്ചത്? ഈ പട്ടയത്തിന് പറയുന്ന വേറൊരു പേരാണ്. കിട്ടുന്നില്ല. ഇടാ, ക്രയ വിക്രയ സർട്ടിഫിക്കറ്റ്. ഈ പരമ്പാരുടെയാണ്, ഈ തെങ്ങക്കാരുടെയാണ്. എടാ, ഈ ഇതിനകത്തുനിന്ന് ഒരു മടൽ ഓല വെട്ടിയിട്ട് അതിൽ നിന്ന് ഒരു ഈർക്കലെടുത്ത് 2ആയിട്ട് പിളർത്തിയിട്ട് ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് നാക്ക് പിടിച്ചാൽ നിന്റെ ഈ വിഷയം തീരുമാനമല്ലേ? എന്റെ മെമ്പർ, അതാണോ ഇപ്പൊ ഇവിടുത്തെ വിഷയം? പിന്നെ മെമ്പർ അവരെ വിളിച്ചേ. വിക്രമാ, എടാ വിക്രമാ, ഇങ്ങനെ തൊണ്ട കയറി വിളിച്ചാലൊന്നും അവര് വരുത്തൊന്നുമില്ല. അവരെങ്ങനെ ഇറങ്ങി വരുന്നത് ഞാൻ കാണിച്ചു. മെമ്പർ ഇങ്ങോട്ട് വന്നേ. അതെങ്ങനെയാണ്? ഇങ്ങോട്ട് വാ. കൈവെക്ക്. എന്താ ബസറാണോ കൈ? മെമ്പർ ഞാനാ തൊട്ടത്? ഇവര് പറഞ്ഞിട്ടാണ് തൊട്ടത്. വിക്രമ, വിക്രമത്തി, എന്തിനാണ് നിങ്ങൾ ഈ അക്രമത്തിൽ വരുന്നത്? എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താണെന്ന് പറ. അവിടെ ഇരുന്ന സർവേ കല്ലി പെണ്ടാട്ടിയും മാപ്പിളയും കൂടെ തള്ളി തള്ളി താണ്ട ഇവിടെ വരെ കൊണ്ടെത്തിച്ച്. അത് ശരി, നിങ്ങൾ അങ്ങനെ ചെയ്തായിരുന്നു? എന്റെ മെമ്പറെ അവിടെയാണ് ഇരുന്നത്, ഇവള് തള്ളി തള്ളിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ശൂദ്രക്കാരി ആരുടെ കൂടോത്രം ചെയ്തത് എനിക്ക് നന്നായിട്ട് അറിയാം. പറയണേ നീ എന്തെങ്കിലും. മെമ്പറെ, നിങ്ങൾ കേൾക്കണം മെമ്പറെ. ഞാൻ പിന്നെ കേട്ടോണ്ട് നിൽക്കുമല്ലോ. അത് ഭയങ്കര ശൂദ്രക്കാരിയാണെന്ന് ഇവള്. ഭയങ്കര ശൂദ്രക്കാരിയോ? ഓ, കൂടോത്രം ഇവളെ സ്ഥിരം പരിപാടിയാണ്. എന്താണ് എന്താണ് അങ്ങനെ ഒരു ആരോപണം വന്നത്? എന്താണ് അതിന്? ഞാൻ പറഞ്ഞു പറയട്ടെ. എനിക്കൊരു പശു ഉണ്ട്, എന്റെ അമ്മണി പശു. അമ്മണി പശു ഇപ്പൊ ദേവസ്വം മുട്ടയാണ് തിന്നണത്. മുട്ട. നിങ്ങളുടെ അമ്മണി പശു നോൺ വെജാ? അതുകൊണ്ടല്ല, എവിടെ മുട്ടയിൽ കൂടോത്രം ചെയ്ത് എന്റെ അമ്മണി പശു തിന്നണ പുല്ലിന്റെ ഇടയെ കൊണ്ട് വെച്ച് ഇപ്പൊ എന്നും ആ മുട്ട തിന്ന് 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 എന്റെ അമ്മണി പശുവിന് കൊളസ്ട്രോള് പിടിക്കുന്നത്. അയ്യോ, ഇപ്പഴാണ് എന്നും കഞ്ഞിവെള്ളം കുടിച്ചോണ്ടിരുന്ന എന്റെ പശു ഇപ്പൊ വേറെ പച്ചവെള്ളമാണ് കുടിക്കുന്നത്. വെറും പച്ചവെള്ളം? ഓ, കൊഴുപ്പുള്ള ഒന്ന് കുടിച്ചൂടന്ന്. 10 ലിറ്റർ പാല് തരുമായിരുന്നു, ഇപ്പൊ 1 ലിറ്റർ. അത്രയും കൊഴുപ്പ് കയറി കിടക്കണം. അത് എവിടെ കൂടാത്ത അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഇങ്ങോട്ട് വാ മെമ്പറെ. ഒരു അന്ധവിശ്വാസമാണ്. ഇങ്ങോട്ട് വാ. എനിക്ക് പറയാനുണ്ട്. പറഞ്ഞോട്ടെ. എനിക്ക് കൊറേ കോഴി ഉണ്ടായിരുന്നു. ഇപ്പൊ ആ കോഴിയൊക്കെ തിന്നുന്നതേ തക്കുടുവാ. തക്കുടു? അല്ല,
തകിടും കൂടും. എന്തോന്നറിയോ, ഇവള് കൊറേ കൂടോത്രം ചെയ്ത് തകിടും കൂടി വേലസൊക്കെ എന്റെ പറമ്പിലോട്ട് എറിയും. എന്റെ കോഴിയെല്ലാം അതൊക്കെ കൊത്തി ചിക്കി പറക്കി തിന്നും. എന്നിട്ട് ഇപ്പൊ കോഴി മുട്ടയ്ക്ക് വരാൻ തകിടായിരുന്നത്. എന്തൊക്കെ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ഈ ആരോപിക്കുന്നത്. ആദ്യം ഒരു ചെറിയ തർക്കത്തിന് തുടങ്ങി, തർക്കിച്ച് അതിര് കടന്ന് ഇതിപ്പോ അതിർത്തി തർക്കമായി. അതിന് വിട്ട കുതിരയെ കടിഞ്ഞാണിട്ട് ബന്ധിക്കണം. അതിനിപ്പോ ഇവിടെ പറഞ്ഞത് ചുമ്മാ പറഞ്ഞ ഒരു ഏറ്റെങ്കിൽ എടുക്കാം, അല്ലെ തള്ളിക്കളെ. ഏറ്റില്ല, തള്ളിക്കളാം. പറയില്ലടാ. ഒരു കാര്യം ആണെന്ന് വെച്ചാൽ മതി, എല്ലാവർക്കും മനസ്സിലായി. അവിടെ നിൽക്കാം. ഈ മരം വെട്ടണമെങ്കിൽ അത് ഞങ്ങള് വെട്ടും. ഞങ്ങള് ഈ ബോഡി അവിടെ ഇത് വെട്ടണമെങ്കിൽ ഞങ്ങൾ തീരുമാനം. ഞങ്ങള് വെട്ടുവന്ന് എന്ത് പണി കേട്ട് ഇങ്ങനെ അവനെ പോയി അടിക്കാൻ അവന് വാഴ കിടക്ക് ഇങ്ങനെ നിൽക്കാതെ അങ്ങോട്ട് ചെല്ലങ്ങോട്ട്. ആവശ്യമില്ലാത്ത പരിപാടിയൊന്നും ചെയ്യരുത്. ഞാൻ മെമ്പറായിട്ട് ഞാനൊരു പരിഹാരം ഉണ്ടാക്കി തരാം. നിങ്ങൾ ആവശ്യമില്ലാത്ത വിഷയം ഉണ്ടാക്കരുത്. വേണ്ട 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 വേണ്ട, അത് ചെയ്യരുത്. ദൈവമേ, ഞാനിത് പുത്തൂരം വീട്ടിലാണോ ഞാൻ ഈ അതിർത്തി തർക്കത്തിന് വന്നത്? ഇത് എന്തൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്? മെമ്പറിനിപ്പോ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റും. മെമ്പറെ, ഇത് ഞങ്ങളുടെ മരമാണ്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തന്നു. സുരേഷ്, ഇത് ശരിയല്ല. സുരേഷ്, ഞാൻ പറയട്ടെ, ഞാനൊരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം നിങ്ങൾ. ഈ മാതിരി പരിപാടിയാണ് ഞാൻ ഇട്ടെന്റെ പാട്ടിന് ഞാൻ പോകും. കഴിഞ്ഞോ? പ്രകടനം കഴിഞ്ഞോ? കഴിഞ്ഞല്ലോ. നിങ്ങളുടെ രണ്ടുപേരണം കഴിഞ്ഞത് ഞാൻ പറയട്ടെ. ഡിയർ വോട്ടേഴ്സ്, എല്ലാവരും ഇനി വന്നേ. എനിക്ക് വോട്ട് ചെയ്തില്ല, അതൊക്കെ വേറെ കാര്യം. ജയിപ്പിച്ചവര് വേറെയാണ്. എന്നാൽ ഇവിടുത്തെ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണേണ്ടത് മെമ്പറായ എന്റെ ഉത്തരവാദിത്തമാണല്ലോ. ഈ വസ്തു അളക്കണം. വസ്തു അളന്നു കഴിഞ്ഞാൽ ഈ മരം ആരുടെ ഭാഗത്താണ് നിൽക്കുന്നത് അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാലോ. അപ്പോ സർവേയർ വരട്ടെ, ഇത് അളക്കട്ടെ. അളക്കട്ടെ. ആ, കയറ്റി വെച്ചത് അതുകൊണ്ട് കൊണ്ട് താത്തു. നീ ഉണ്ടായിരിക്കാമോ? നമസ്കാരം, ഞാൻ ഫ്രെഡി കുരുവിള. നീറത്തില്ലേ? എന്തിന്? ജട്ടിയിൽ കുരുമുളക് അങ്ങനെ അദ്ദേഹം പറഞ്ഞത്. ഞാൻ അങ്ങനെ കേട്ടത്. ഞാനും അങ്ങനെ കേട്ടത്. ജട്ടിയിൽ കുരുമുളക്. ഹലോ, ഞാൻ ഫ്രെഡി കുരുവിള. ഓ, ഫ്രെഡി കുരുവിള. അളക്കാൻ വന്നതാണ്. ഞാൻ MP, മെമ്പർ ഓഫ് പഞ്ചായത്ത്. എന്റെ പൊന്ന് സാറേ, ഇത് ഞങ്ങളുടെ അടുത്ത പ്രാവശ്യം ഇത് വനിതാ വാർഡാക്കണം. എന്തൊരു തോന്നിവാസമാണ് ഈ കാണിക്കുന്നത്. എല്ലാം കൂടെ ഒരു മനുഷ്യനെ പോയേന്. ഞാൻ അളക്കാൻ വന്നതാ. അളക്കാൻ വന്നതല്ല സാറേ, ഇതാണ് ഇവരുടെ അതിര്. ഈ വസ്തുവിൽ നിൽക്കുന്ന ഈ മരമാണ് വിഷയം. എന്റെ പൊന്നു സാറേ, ഇതൊരു വെറും പാഴ്മരമാണ്. അതിനു വേണ്ടി മുടിഞ്ഞ അടിയാണ്. ഇത് തൊട്ട് കൊണ്ടുവരണം. ഫോട്ടോ എടുക്കുന്നതൊക്കെ ലാസ്റ്റ് എടുക്കാം സാറേ. ഫോട്ടോ എടുക്കുന്നില്ല, അളക്കുന്നതാണ്. ഇവിടെ നിന്ന് അവിടം വരെ നമ്മുടെ സ്ഥലമാ. അത് നിങ്ങളുടെ അതിരല്ല. പക്ഷെ വേറെ സംഭവമുണ്ട്. അപ്പൂപ്പന്റെ കാലം തൊട്ട് അവിടം തൊട്ടേ ഉണ്ട്. അവിടെ കുളിക്കടവാണ്. ഇപ്പൊ അവിടെ കുളിയില്ല. ഇവിടെ നിന്ന് അവിടം വരെ ആ മരം എന്റേതാണ് സാറേ. ശരിക്കും ഞാനൊന്ന് അളന്ന് നോക്കട്ടെ. സാർ അളന്ന് നോക്കണം. സാറേ, ഇവിടെ ഞാൻ ഇരിക്കാം. നിങ്ങൾ സമാനപ്പെട്. ഞാൻ ഇരുന്നാ പോരെ? ദശമൂലം നോക്കി നിൽക്കാവുന്ന പിടിക്കടാ അവനെ. സാറേ, ഒരു സംശയം. സാറിന്റെ പേര് ഫ്രെഡി കുരുള എന്നാണോ അതോ മണ്ണി കിടന്ന് ഉരുളാമെന്നാണോ സാർ? പിടിക്കണോ? സാറിന് എഴുതിയേക്ക് അങ്ങോട്ട്. നിങ്ങൾ നിലത്ത് നിർത്തിട്ടില്ല, എനിക്ക് അളക്കാൻ പറ്റുള്ളൂ. കൃത്യമായിട്ട് അളന്ന് പറഞ്ഞാ അത്. അതെ, ഇതാരെയാന്ന് പറഞ്ഞേ? നിങ്ങളുടെ അല്ല. ഇതിനകത്ത് നോക്കിയിട്ട് നിങ്ങളുടെ അല്ല ഇത്. ഞങ്ങൾ അപ്പോഴേ പറഞ്ഞത് ഞങ്ങളാണ്. നിങ്ങളുടെ പറഞ്ഞാടി ഞങ്ങളാണെന്ന്. ഒന്നും കൂടി നടന്നു നോക്കണം. പറഞ്ഞാ ഞങ്ങള് അല്ല, നിങ്ങളുടേതും അല്ല. അപ്പൊ നമ്മുടെ ഇത് നിങ്ങളുടേതും അല്ല,
ഇവരുടേതേ അല്ല, നിങ്ങളുടെ രണ്ടുപേരുടെ അല്ല. പിന്നെ ഈ വസ്തു എങ്ങനെ കിടക്കുന്നറിയാവോ? ആ. ദേ ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് ഇങ്ങനായി ഇങ്ങനാണ് കിടക്കുന്നത്. അപ്പൊ മകിടിയുടെ കൂട്ട് കിടക്കണം. അതെ, ആ മകിടി ഇങ്ങനെ വളഞ്ഞിരിക്കുന്നില്ല, അവിടെയാണ് ഈ മരം നിൽക്കുന്നത്. അത് പുറമ്പോക്ക ഭൂമിയാണ്. പുറമ്പോക്കം എന്ന് പറയുമ്പോ സർക്കാർ, പഞ്ചായത്തിന്റെ. അതങ്ങനെ പഞ്ചായത്തിന്റെ ആവും. പിന്നെ പുറമ്പോക്ക് ഭൂമിക്ക് അധികാരി എന്ന് പറഞ്ഞ പഞ്ചായത്താണ്. അപ്പൊ എനിക്ക് വെട്ടാൻ വേണം ഈ മരം. ഞാൻ പഞ്ചായത്ത് മെമ്പറല്ലേ, എനിക്ക് വെട്ടാൻ ഈ മരം വെട്ടാൻ പറ്റത്തില്ല. ഇത് കോടതിന്നേ വെട്ടാൻ പറ്റത്തുള്ളൂ. പിന്നെ നാളെ കോടതിയിൽ നിന്ന് ജഡ്ജി ഒറ്റത്തോർത്ത് കൊടുത്തോണ്ട് മരം വെട്ടാൻ തരാൻ പോകില്ലേ? അതല്ലെന്ന് പറഞ്ഞു. പിന്നെ കോടതി കേസും കാര്യങ്ങളോ കഴിഞ്ഞിട്ട് ഇത് വെട്ടാൻ പറ്റത്തുള്ളൂ. കോടതി കേസ് കാര്യങ്ങളോ എന്താ പറയാ? നമ്മൾ പറഞ്ഞാൽ പറ്റത്തില്ല. ഞങ്ങൾ ഞാൻ വെട്ടും. പഞ്ചായത്തിന്റെ പഞ്ചായത്തിന് സമാധാനം പറയേണ്ടി വരും. മരത്തിന്റെ പേര് കിടന്ന് ഇങ്ങനെ തമ്മിത്തല്ലി ചാകാൻ നടക്കുകയാണോ നീയൊക്കെ? എടേ, മനുഷ്യൻ ചത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു 6 അടി മണ്ണ് മതി. വെറും 6 അടി മണ്ണ്. അതിനാണോ ഈ കിടന്ന് ഇങ്ങനെ തർക്കിക്കുന്നത്, ചാവുന്നത്? മനസ്സിലായോ? മനുഷ്യൻ ചത്തു കഴിഞ്ഞാൽ 6 അടി മണ്ണ് മതിയെന്ന് മനസ്സിലായോ? അതായത് ചത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്നും കൊണ്ടുപോകത്തില്ല. മനസ്സിലായോ? മനസ്സിലായോന്ന്? മനസ്സിലായി. ആ, അങ്ങനെയാണെങ്കിലേ ഞാൻ ചത്തു കഴിഞ്ഞാലേ എന്നെ ഇവിടെ അടയ്ക്കാ മതി. എനിക്ക് 6 അടി മണ്ണ് മതി. എനിക്ക് മതി. എന്റെ ചേട്ടനെ ഞാൻ ഈ 6 അടി മണ്ണിൽ അടക്കും. ഇത് എന്റെ ചേട്ടനുള്ള 6 അടി മണ്ണ. ഈ പൊടി എവിടുന്ന്? എന്റെ ചേട്ടനുള്ള 6 അടി മണ്ണ്. യോ, നെഞ്ചടിച്ച് വല്ലവും പറ്റി ഇവിടെ കിടന്ന് ചത്താൽ ഈ 6 അടി മണ്ണ് നിങ്ങൾക്കുള്ളതല്ല, ഇത് പഞ്ചായത്തിന്റെയാ.